ആദ്യം നമുക്ക് സന്ദീപിന്റെയും അനൂപിന്റെയും മീരയുടെയും കാര്യം നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആതിര ഹോസ്പിറ്റലിലായത് അനുഗ്രഹമായിട്ട് മാറ്റിയെടുക്കണം നമുക്ക്. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്നു തന്നെ ആയ സ്ഥിതിക്ക് അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഹോസ്പിറ്റലിൽ സ്വന്തം ഭാര്യ ജീവന് വേണ്ടി കിടക്കുമ്പോ തന്റെ വാക്കിന് വില കൽപ്പിക്കാത്ത കൂടപ്പിറപ്പിന്റെ വിവാഹം തടയാൻ പോകുന്നില്ല എന്ന് സന്ദീപ് തീരുമാനിക്കുന്നതോടെ ശുഭമുഹൂർത്തത്തിൽ നീ അവളെ മിന്നുകെട്ടുന്നു. നീ അതിനെക്കുറിച്ച് നീണ്ട ആലോചനയ്ക്കൊന്നും നിൽക്കണ്ട. അതിനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടാ ഞാനിപ്പോ നിൽക്കുന്നത്. എങ്ങനെ? നീ മാലാഖമാരെ പറ്റി കേട്ടിട്ടുണ്ടോ? മാലാഖമാരോ? അതെ, മാലാഖമാര്. നല്ല വെള്ള വസ്ത്രമൊക്കെ ഇട്ട് ദൈവത്തിന്റെ സഹായിയായി നിൽക്കുന്ന മാലാഖമാര്. അങ്ങനെ കുറേ മാലാഖമാരിൽ ഒരു മാലാഖയെ ഞാനൊരു പണിയേൽപ്പിച്ചിട്ടുണ്ട്. പൊതുവെ കാവൽ മാലാഖമാരെന്ന് വിളിക്കുമെങ്കിലും ഈ മാലാഖ അവന്തിക അയച്ച സ്പെഷ്യൽ ഏഞ്ചലാ. ആ ഹോസ്പിറ്റലിലെ തന്നെ സീനിയർ നഴ്സ് സുഷമ. അവന്തിക എന്ന ലൂസിഫർ അയക്കുന്ന ബ്ലാക്ക് ഏഞ്ചൽ. ഹലോ മാഡം. സുഷമ, ഞാൻ പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? ഓക്കെയാണ് മാഡം. ആ കുട്ടി ഇനി കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിൽ പോവും. ഇനി ഞാൻ മാഡത്തിനെ വിളിക്കുന്നത് എന്നെ ഏൽപ്പിച്ച ജോലി തീർത്തതിന് ശേഷം. ശരി, ആ കോളിന് വേണ്ടി ഞാനും വെയിറ്റിംഗാ. ശരി മാഡം. BP ഒക്കെ നോർമലാണ്. BP ചെക്ക് ചെയ്തോ? എങ്ങനെയുണ്ട്? BP ഒക്കെ നോർമലാ. ആ ഓക്കെ, നോക്കി, കുഴപ്പമില്ല. എന്നാ ഡോക്ടറോട് പോയി ചോദിക്കേ. ശരി മാഡം. ഇപ്പോ കൊടുക്കുന്ന മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ മാറ്റണോന്ന്? ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ആതിരയുടെ അമ്മ മാത്രമേ ഉള്ളൂ കൂടെ? അല്ല, എല്ലാരും പുറത്തുണ്ട്. ദാ ഈ മരുന്ന് കുടിക്ക്. ബ്ലഡ് കൂടാനുള്ളതാ. അതൊക്കെ
ടെൻഷനൊന്നും വേണ്ട. ഗർഭിണിയായിരിക്കുന്ന സമയത്തെ ഇതൊക്കെ ഉണ്ടാവും. കുറച്ചുകൂടി ശ്രദ്ധിച്ചാ ഇനി മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ എത്ര പേരെ കണ്ടിരിക്കുന്നതാ. മോള് ധൈര്യമായിട്ടിരിക്കട്ടോ. ശരി. നല്ല സ്നേഹമുള്ള സിസ്റ്റർ അല്ലേ? ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ സുഷമ നോക്കിക്കോളൂ. അടുത്തയാള് സന്ധ്യയാ. വലിയ ബുദ്ധിയും വിവരവും ലോകപരിചയമൊക്കെ ആയതുകൊണ്ട് ഇതുപോലുള്ള നിസ്സാര കാര്യത്തിൽ അവളെ അകപ്പെടുത്താൻ പ്രയാസമായിരിക്കും. പിന്നെന്ത് ചെയ്യും? സന്ധ്യ മാത്രം നമ്മളെങ്ങനെ ഇതിന്ന് ഒഴിവാക്കും? അതിനൊഴിവാക്കുന്നില്ലല്ലോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എത്ര വലിയ ഡോക്ടറായാലും ഇതിനെല്ലാം പുറമെ അവളൊരു സ്ത്രീ കൂടിയാണല്ലോ. പ്രത്യേകിച്ചും അകാലത്തിൽ മരണപ്പെട്ടു പോയ തന്റെ ഭർത്താവിനെ ഓർത്ത് ഇപ്പോഴും കണ്ണീരൊഴുക്കുന്ന സ്ത്രീ. അപ്പോ നമ്മൾ അവളോട് പറയേണ്ടതും അതേ വൈകാരികതയിലുള്ള കാര്യങ്ങളായിരിക്കണം. എന്താ, അങ്ങനല്ലേ? ഹലോ. ഹലോ, ഡോക്ടർ സന്ധ്യയല്ലേ? അതെ, ആരാ? എനിക്ക് ഡോക്ടറെ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. കൺസൾട്ടിങ്ങിന് വേണ്ടിയാണേല് നാളെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി. ഏയ്, കൺസൾട്ടിങ്ങിനൊന്നും അല്ല മാഡം. അല്ലെങ്കിൽ നേരിട്ട് കാണണമെന്നില്ല. ഞാൻ ഫോണിലൂടെ തന്നെ പറയാൻ കാര്യങ്ങൾ. ഞാനിപ്പോ വിളിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഡോക്ടർ അബ്ദുൾ ഖാദറിനെ കൊല്ലിച്ചവനുള്ള അതേ ബാംഗ്ലൂരിൽ നിന്ന്. ഉടനെ ഡോക്ടർ ബാംഗ്ലൂരിലേക്ക് വന്നാൽ ഡോക്ടറുടെ മരണത്തിന് ഉത്തരവാദിയായവനെയും അത് ചെയ്തവനെയും ഞാൻ മുന്നിൽ കൊണ്ട് നിർത്തിത്തരാം. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് ഇതുമായി എന്താ ബന്ധം? നിങ്ങളുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. ബന്ധം അബ്ദുൾ ഖാദറുമായ. ഞാനും ഒരു ഡോക്ടറാണ്. എന്റെ പേര് ഷാജഹാൻ എന്നാണ്. ഞാൻ കുടുംബമായി ഇപ്പൊ ബാംഗ്ലൂരിലാണ് താമസം. ഖാദറിന്റെ ഒരുപാട് സുഹൃത്തുക്കളിൽ ഒരാളാ ഞാൻ. മരണത്തിന് ഞാൻ വന്നിരുന്നു. അന്ന് സന്ധ്യയോട് വന്ന് സംസാരിക്കാൻ പറ്റിയ മൂഡിലല്ലായിരുന്നു ഞാൻ. എന്റെ ഇവിടുള്ളൊരു സുഹൃത്ത് വഴിയാണ് അബ്ദുൾ ഖാദറിന്റെ മരണം ഒരു സാധാരണ മരണമല്ലെന്നും ഒരു പ്ലാൻഡ് മർഡർ ആയിരുന്നു എന്നും ഞാൻ അറിയുന്നു. അയാളെ നിയമത്തിന് മുൻപിൽ കൊണ്ടു നിർത്തുന്നതിന് മുൻപ് സന്ധ്യയോടൊന്ന് പറയാന്ന് കരുതി. സന്ധ്യയെ വിധവയാക്കിയവന്റെ മുഖം നേരിട്ട് കാണാനുള്ള അവസാന ചാൻസാണിത്. ഇങ്ങോട്ട് വരണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിക്കാം. അർച്ചന, നീ എവിടെയാ? ഇനിയുള്ളത് അനൂപും മീരയുമാ. അതിനി പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യണോ? ആതിരയുടെ കാര്യത്തിൽ അവരും ഹോസ്പിറ്റലിൽ ബിസി ആയിരിക്കില്ലേ? ഇല്ല, ആതിരയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കരുതി അനൂപും മീര അങ്ങനെ അവിടെ തന്നെ ബ്ലോക്കായി നിൽക്കുന്നൊന്നും കരുതണ്ട. അനിയത്തിമാരിൽ ഏറ്റവും സ്നേഹം അനൂപിനും മീരയ്ക്കും അർച്ചനയോടായതുകൊണ്ട് അർച്ചനയുടെ കാര്യത്തിലായിരിക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ അവരെന്ത് ചെയ്യും? നോവിക്കണം. അനൂപിനും മീരയ്ക്കുമിടയിൽ വേദനയുണ്ടാവണം.
അവര് പരസ്പരം താങ്ങായി നിന്ന് മാറ്റുന്ന വേദനയൊന്നും അല്ല. 206 എല്ലുകളിൽ ഏതെങ്കിലും കുറച്ച് എല്ലുകൾ പൊട്ടുമ്പോൾ ഉണ്ടാവുന്ന വേദന. ഞാൻ പറഞ്ഞെന്താന്ന് മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കി തരാം. നമുക്കേ ഒരാളെ ഒന്ന് കാണണം. അയാളെ കണ്ടു കഴിയുമ്പോഴേക്കും എല്ലാം മനസ്സിലാവും. പോകാം. അയാള് പിന്നീട് വിളിച്ചായിരുന്നോ? വിളിച്ചു. ഞാൻ ചെല്ലാന്നും പറഞ്ഞു. എനിക്ക് പോകണം അർച്ചന. എനിക്ക് കാണണം എന്റെ ഇക്കയെ കൊന്നയാളെ. എന്നിട്ട് എനിക്ക് ചോദിക്കണം എന്തിനെന്ത് ചെയ്തു എന്ന്. അർച്ചനയ്ക്കറിയാലോ എത്ര നാളായി ഞാൻ ഇതിന്റെ പിന്നാലെയാണെന്ന്. ഇപ്പോ കാര്യം ഇങ്ങോട്ട് വന്നിരിക്കുക. ഞാനതിൽ ഉപേക്ഷ കാണിച്ച ഞാൻ എന്നെ തന്നെ ചതിക്കുന്ന പോലെ ആയിപ്പോവും. അതൊക്കെ ശരി. ഇനി ആ വിളിച്ച ഷാജഹാൻ എന്ന് പറയുന്ന ആൾ പറയുന്നൊക്കെ സത്യമാണോന്ന് എങ്ങനെ അറിയാം? ഡോക്ടർക്ക് ഉറപ്പുണ്ടോ അത്? ഞാൻ അയാളെ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നിയതുകൊണ്ടാവും അയാളും ഭാര്യയും ചേർന്ന് എന്നോട് വീഡിയോ കോളിൽ സംസാരിച്ചത്. എന്തായാലും ഇത്ര ദൂരത്തുനിന്ന് വെറുതെ അയാൾ വിളിക്കില്ലല്ലോ. ഇത്രയും ദൂരം, അത് ഒറ്റയ്ക്ക് പോകരുതെന്ന് ഞാൻ പറയില്ല. ഡോക്ടറുടെ ജീവിതത്തിലെ വലിയൊരു കാര്യം ഇത്. പക്ഷേ സൂക്ഷിക്കണം. അറിയാലോ നമ്മുടെയൊക്കെ കാര്യങ്ങൾ എന്താ എപ്പോഴാന്ന് ഒന്നും അറിയില്ല. എനിക്കറിയാം. പോകുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിനായതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട് അർച്ചന. ഞാൻ തിരഞ്ഞു നടക്കുന്ന കൊലയാളിയെ കണ്ടതിന് ശേഷം എനിക്ക് എന്ത് സംഭവിച്ചാലും അതെനിക്കൊരു പ്രശ്നമേ അല്ല. ഡോക്ടറുടെ തീരുമാനം തന്നെ നടക്കട്ടെ. ഇതോടെ ജീവിതത്തിൽ വലിയൊരു കാര്യം നടക്കുമല്ലോ. സച്ചേട്ടനാ? ഹലോ സച്ചേട്ടാ. ആ, ഞാനങ്ങ് എത്തിയേക്കാം. ആ ശരി. നിങ്ങൾ എവിടേക്കാ? കുറെ നാളുകൊണ്ട് ഒരു പ്രശ്നമല്ലേ ഉള്ളൂ, സ്നേഹയുടെ വിവാഹം. ഞാനും സച്ചേട്ടനും കൂടി ജോൾസിനെ ഒന്ന് കാണാൻ പോവുക. അദ്ദേഹത്തോടൊന്ന് സംസാരിച്ച് ഈ വിവാഹം നീട്ടിവെപ്പിക്കണമെന്ന് അച്ഛനോട് നന്ദേട്ടനോടൊന്ന് പറയിപ്പിക്കണം. അതൊക്കെ നടക്കൂ? പല വാതിലുകളും മുട്ടി നോക്കുന്നതേ ഉള്ളൂ ഡോക്ടർ. ഏതെങ്കിലും ഒരെണ്ണം തുറക്കാതിരിക്കില്ല. ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിക്കും തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാ. എല്ലാം കഴിഞ്ഞിട്ട് ഇനി എന്നാണോ സമാധാനം ഇരിക്കാൻ പറ്റുന്നത്? എല്ലാം ശരിയാവും ഡോക്ടർ. ബാംഗ്ലൂർ ചെന്ന് ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ തീർക്കുമ്പോഴേക്കും ഞാനും ഇവിടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിരിക്കും. അല്ല, നിങ്ങളൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ നേരമായല്ലോ. ചോദിച്ചിട്ടാണെങ്കിൽ കാര്യം എന്താണെന്ന് പറയുന്നുമില്ല. എന്തായാലും പറഞ്ഞോളൂ. ഞങ്ങൾ വന്നത് എൻ്റെ അനിയത്തിയുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാ. ആ വിവാഹത്തിന്റെ നാളും പൊരുത്തവും നോക്കി തീയതിയും സമയവും നിങ്ങളുടെ ജ്യേഷ്ഠൻ വന്ന് കുറിച്ചു വാങ്ങി പോയതാണല്ലോ. അതെ, ആ കാര്യം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്നേഹയ്ക്ക് വേണ്ടി അച്ഛനും നന്ദേണ്ണനും കണ്ടെത്തിയ ധനുഷ് എന്ന് പറയുന്ന ആള് അത്ര നല്ലതല്ല. ശരിയല്ലെന്ന് പറഞ്ഞാൽ സ്നേഹയെന്നല്ല, ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത അയക്കില്ല. പല കേസുകളിലെയും പ്രതിയാണ് അയാള്. മാത്രമല്ല, ധനുഷ് എന്നല്ല അയാളുടെ പേര്, ഷാഹിർ മുഹമ്മദ് എന്ന. കൊലപാതക കുറ്റം വരെ ചെയ്ത ആളാ ഈ ധനുഷ്. എന്റെ അനിയത്തിയെ, ഏട്ടനെയും അച്ഛനെയും എല്ലാം അയാൾ ചതിക്കായിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യമല്ലേ, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ എന്നോട് പറഞ്ഞതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ? അതാണ് ജോത്സരെ ഇവിടെ പ്രശ്നം. നല്ലവനാണെന്നും പാവമാണെന്നൊക്കെ അവൻ എല്ലാരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക. ഞാനും ഇവളും പറഞ്ഞിട്ട് അവിടെ ആരും വിശ്വസിക്കുന്നില്ല. ധനുഷ് അവളെ വിവാഹം കഴിച്ചാൽ അവളുടെ ജീവിതം ദുരന്തമായിട്ട് മാറും.
ഇപ്പൊ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവര് പിന്നീട് അതോർത്ത് കരയുന്ന കാണാൻ വയ്യാഞ്ഞിട്ടാ ഞങ്ങള് ഇതെങ്ങനെയെങ്കിലും ഒന്ന് തടയാൻ നോക്കുന്നു. അതിനാ ഞങ്ങൾ തിരുമേനിയെ കാണാൻ വന്നത്. ഇതിലിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞില്ലല്ലോ. തിരുമേനി, ഞങ്ങൾക്കൊരു സഹായം മാത്രം ചെയ്താൽ മതി. അച്ഛനെയും നന്ദേട്ടനെയും കണ്ട് ഈ വിവാഹം ഇപ്പം നടത്താൻ പാടില്ലെന്ന് പറഞ്ഞാൽ മതി. ഒരു 2 മാസം കഴിഞ്ഞ് ഈ വിവാഹം നടത്താവൂന്ന് പറഞ്ഞാ തിരുമേനി പറയുന്നതുകൊണ്ട് അച്ഛനും നന്ദേട്ടനും അത് കേൾക്കും. ആ 2 മാസത്തെ സാവകാശം മതി ഞങ്ങൾക്ക് ധനുഷ് ആരാണെന്ന് എല്ലാരെയും ബോധ്യപ്പെടുത്താൻ. അതെങ്ങനെയാ? ഞാൻ തീയതിയും സമയവും ഇതിനോടകം കുറിച്ചു കൊടുത്തു പോയില്ലേ? അത് സാരമില്ല തിരുമേനി. ഒന്നുകൂടി വിശദമായിട്ട് നോക്കിയപ്പോ ചില തടസ്സങ്ങൾ കണ്ടുവെന്നും അതാണിപ്പോ വന്നതെന്നും പറഞ്ഞാൽ മതി. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ പറയുന്നത് പോലൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഈ പൊരുത്തവും മുഹൂർത്തവും എന്നൊക്കെ പറഞ്ഞ ഈശ്വരനായിട്ട് കാണിച്ചു തരുന്നതാ. ഈശ്വരനെ മറികടന്ന് ഇല്ലാത്ത ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഞാനും എന്റെ കുടുംബവുമായിരിക്കും. നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ തിരുമേനി? നിങ്ങൾക്ക് നല്ലത് വരാൻ ഞാൻ കള്ളം പറയണോ? ഈശ്വരനെ തള്ളി പറയണോ? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഈശ്വരന്റെ മുന്നില് അയാൾ തെറ്റുകാരനാവണമെന്നില്ല. അതുകൊണ്ട് നല്ല സമയമാകുമ്പോൾ അയാൾക്കൊരു തുണ ഈശ്വരൻ തന്നെ കൊടുക്കും. പറയുന്നത് കൊണ്ട് നിങ്ങൾ മറ്റൊന്നും കരുതരുത്. ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് പലരും വന്ന് എന്നെ കാണാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്ന ഉത്തരമേ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. ഞാൻ പറയുന്നതും കുറിക്കുന്നതും മാറ്റമില്ല. ഈശ്വരനായിട്ട് തീരുമാനിച്ച കാര്യം ഞാൻ കള്ളം പറഞ്ഞ് മാറ്റുകയെന്ന് പറഞ്ഞാൽ അതിലും ഭേദം ഞാൻ ഈ പണി അവസാനിപ്പിക്കുന്നതാ. നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങളുടെ വീട്ടുകാർ പോലും വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. പല ആളുകൾക്കും ഭൂതകാലത്ത് പല തെറ്റുകളും സംഭവിച്ചെന്നിരിക്കും. അതൊക്കെ നോക്കിയിരുന്നാൽ ഒരിക്കലും ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്ന ഈ ധനുഷ് ചിലപ്പോൾ ഇപ്പോൾ നല്ലവനായി കാണും. അതുകൊണ്ടാണല്ലോ അയാൾക്കിപ്പോ ഒരു കുടുംബം വേണമെന്നും കൂട്ടിനൊരു പെൺകുട്ടി വേണമെന്നും ഒക്കെ തോന്നിയത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വിവാഹത്തിനെതിരെ നിൽക്കണ്ട എന്നാണ്. എന്തിനാ വെറുതെ ഈശ്വരകോപം വാങ്ങിവെക്കുന്നത്? ഇതെന്റെ അഭിപ്രായമാണ്. തീരുമാനം നിങ്ങളുടേതും. മറ്റൊന്നും പറയാനില്ലെങ്കിൽ എനിക്കല്പം ധൃതിയുണ്ടായിരുന്നു. 3-4 പേർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഹലോ, ശരി ശരി, ഞാനിപ്പോൾ അല്പം തിരക്കില്ല. അതുകൊണ്ട് ഒന്ന് ഫ്രീ ആയിട്ട് തിരിച്ചു വിളിക്കാം. ശരി എന്നാ. എന്താ ഇത്ര വലിയ ചിരി? കാര്യമുള്ളത് കൊണ്ട് തന്നെ. 11 ദിവസത്തിന് ശേഷം വിവാഹം എന്ന് പറഞ്ഞത് ജോത്സ്യന്. അതേ ജോത്സ്യൻ ഇതിപ്പോ നടക്കില്ല എന്ന് പറഞ്ഞാലോ? ഞാനത് കേട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് നീ പറഞ്ഞതുപോലെയൊക്കെ പറയിപ്പിക്കാൻ എത്ര കൊടുത്തു ജോത്സ്യന്? 1 ലക്ഷം. 1 ലക്ഷം തികച്ചും കൊടുത്തു.
ഹലോ. ആ, നീ എത്തിയോ? ഞാൻ ദാ വരുന്നു. നമുക്ക് കാണേണ്ട ആളവിടെ എത്തിയെന്ന്.